ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സ്ഥാനാർത്ഥി നിർണയം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ കോൺഗ്രസ്. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് ചർച്ചകൾ നടക്കും. തർക്കങ്ങളുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാണ് ശ്രമം. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, സണ്ണി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫുമായും സീറ്റ് വിഭജന ചർച്ചകളും പുരോഗമിക്കുന്നു. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ് റോഷി. അങ്ങനെ UDF-ലെ സീറ്റ് വിഭജനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് 5-ാം തീയതി, നാളെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര, പുതിയുഗ യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകണമെങ്കിൽ ജോസഫുമായിട്ടും ലീഗുമായിട്ടുമുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കണം. ഇന്നത്തോടുകൂടി അത് പൂർത്തിയാക്കി നാളത്തോടുകൂടി പട്ടിക, മറ്റന്നാൾ പ്രഖ്യാപനം. 6-ാം തീയതി 8-ാം തീയതി ആവുന്നതിന് മുമ്പ് തന്നെ CPM ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. അതിന് തൊട്ട് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ ഒരു പക്ഷേ ആ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കണം. റോഷി, അതിലേക്കുള്ള നീക്കമാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ജനുവരി മാസം പകുതിയിൽ തുടങ്ങിയ സീറ്റ് വിഭജന ചർച്ചകളാണ്. ഇതുവരെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം അത് പൂർത്തിയാക്കാൻ പറ്റാത്തത്. ഏതാണ്ട് 40 സീറ്റുകളിൽ കോൺഗ്രസ് സീറ്റ് ധാരണയായിട്ടുണ്ട്. അത് സ്ക്രീനിംഗ് കമ്മിറ്റി അതിന് അംഗീകാരം നൽകി നേരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൈമാറിയിട്ടുണ്ട്. ഏത് സമയവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അത് വേണമെങ്കിൽ ഓൺലൈനായി യോഗം ചേർന്ന ഈ പട്ടിക അംഗീകരിച്ച് അത് പ്രഖ്യാപിക്കാൻ കഴിയും. അതേസമയം തന്നെ മറ്റു സീറ്റുകളുടെ പ്രഖ്യാപനം നടത്തണമെങ്കിൽ, അതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കണമെങ്കിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ചർച്ച നടത്തണം. ഒപ്പം മുസ്ലിം ലീഗുമായി ഇനിയും ചർച്ചകൾ നടത്തണം. ആദ്യഘട്ടത്തിൽ അത് തിരുവമ്പാടി, കോങ്ങാട്, പുനലൂർ അടക്കമുള്ള പല സീറ്റുകളും കൈമാറാനുള്ള തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പല സീറ്റുകളും കൈമാറുന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. കാരണം ഇനി സമയം വളരെ കുറവാണ്. ചർച്ചകൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണം. നിലവിൽ തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗിൽ നിന്നും ഏറ്റെടുക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. പകരം ഏത് സീറ്റ് നൽകുമെന്ന കാര്യത്തിലാണ് അവ്യക്തത. പട്ടാമ്പി വേണമെന്ന് ലീഗ് പറയുന്നു. കോങ്ങാടിന് പകരം ചേലക്കര വേണമെന്ന നിലപാട്. അങ്ങനെ ആ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നോ നാളെയോ തീരുമാനമാകും. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ 4 സീറ്റുകൾ വേണമെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ്. അതിൽ 2 സീറ്റുകൾ വിട്ടു നൽകി ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുന്നു. അതിനിടയിൽ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഒപ്പം സണ്ണി ജോസഫും തിരുവനന്തപുരത്തുള്ളതുകൊണ്ട് മറ്റ് സീറ്റുകൾ, ഈ തർക്കങ്ങളില്ലാത്ത സീറ്റുകളൊക്കെയുണ്ട്. ആ സീറ്റുകളിൽ ഏതാണ്ട് ധാരണയായെങ്കിലും ഈ തർക്കങ്ങളുള്ള ഒന്നിൽ കൂടുതൽ പേരുകൾ ഉയർന്ന സീറ്റുകളുണ്ട്. അവിടെ ഒരു തീരുമാനമെടുക്കുക എന്ന ഏറ്റവും പ്രധാന ദൗത്യമാണ്. നേതാക്കൾ ഇന്നും നാളെയുമായി ആ ചർച്ചകൾ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 10-ാം തീയതിക്കുള്ളിൽ ആദ്യ പട്ടിക വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പട്ടിക ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ട് പിന്നാലെ തന്നെ ആ പട്ടിക പ്രഖ്യാപിക്കാനാണ് സാധ്യത. ആ കാര്യത്തിൽ ഒരു വ്യക്തതയിൽ എന്നാൽ പോലും ഒരു അന്തിമ പട്ടിക തയ്യാറാക്കി നേരെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറുക എന്ന പ്രധാന ദൗത്യമാണ് നേതാക്കൾക്കുള്ളത്. തർക്കങ്ങളില്ലാതെ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള നിർദ്ദേശമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയത്. നാളെ രാഹുൽ ഗാന്ധി കൂടി കേരളത്തിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇടപെടാൻ വേണ്ടി സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ നാളെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.